ഹായ് ഫ്രണ്ട്സ്, ലക്ഷ്യ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇനി നോക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രൽ റിഫോംസും പിന്നെ ഇതായിരുന്നു ഇൻഡിപെൻഡൻറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അല്ലാതെ ഇലക്ട്രൽ റിഫോംസാണ് നോക്കേണ്ടത്. ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷനും ഇലക്ട്രൽ റിഫോംസുമാണ് നോക്കേണ്ടത് അല്ലേ. ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷനും ഇലക്ട്രൽ റിഫോംസുമാണ് നമ്മൾ നോക്കാനുള്ളത്. ഇതിനകത്തിപ്പോൾ മറ്റേ ഗൈഡിൽ നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇത് ഫ്രണ്ട് പേജിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള ജയ ബുക്സിൻ്റെ ബുക്ക് തന്നെ നോക്കുക. അപ്പോൾ എടുക്കേണ്ടത് ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷനാണ്. ദ ഇലക്ഷൻ കമ്മീഷൻ ഹാസ് വൈഡ് റേഞ്ച് ഓഫ് ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ദേ ക്യാൻ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് വിവിധങ്ങളായിട്ടുള്ള ചുമതലകളുണ്ട്. അവയെ എന്തൊക്കെ രീതിയിൽ നമുക്ക് കാണാം എന്നുള്ളത് നമുക്ക് താഴേക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, it conducts and supervises election of the president, vice president, members of parliament and members of state legislatures. നമുക്കെല്ലാവർക്കും അറിയാം, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അതുപോലെ പാർലമെൻറ്റ് അംഗങ്ങൾ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഓക്കെ, then supervises the preparation of voters list after every census and before every election. The commission renews the voters list, makes very effort to ensure that the voters list includes the name of all eligible citizens and avoids the name of non-eligible persons. അപ്പോൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, തിരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ജോലിയാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനാണ് ഓരോ സെൻസസിന് ശേഷവും അതുപോലെ തന്നെ ഓരോ തിരഞ്ഞെടുപ്പിന് മുൻപും കമ്മീഷൻ വോട്ടർ പട്ടിക എന്ത് ചെയ്യുന്നു, പരിഷ്കരിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഒഴിവാക്കിയിട്ട് പുതുതായിട്ട് ജീവിച്ചിരിക്കുന്ന അർഹതയുള്ള പുതിയ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുവരുന്നു. അർഹതയില്ലാത്ത ചിലപ്പോൾ താമസം മാറിപ്പോയ ആൾ, മരണപ്പെട്ടു പോയ ആൾ, ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾ, അത്തരത്തിൽ നാട്ടിലില്ല, വോട്ടിങ്ങിനുള്ള അർഹതയില്ല എന്ന് കമ്മീഷന് ബോധ്യപ്പെടുന്ന ആൾക്കാരെ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കിക്കൊണ്ട് ഓരോ സെൻസസ് കഴിയുന്ന കാലയളവുകളിലും അതുപോലെ തന്നെ ഓരോ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപും, ഇപ്പോൾ ഏതൊരു തിരഞ്ഞെടുപ്പ് എടുത്താലും അതിന് മുമ്പ് പുതുതായിട്ടൊരു വോട്ടർ പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, decides the dates of elections and prepares the election schedule. The election schedule includes notification of election, date from which nominations can be filed, last date of filing nominations and date of scrutiny, last date for withdrawal, date of polling and date of counting and declaration of results. അപ്പോൾ എന്തൊക്കെയാണ്, തിരഞ്ഞെടുപ്പുകളുടെ തീയതികൾ നിശ്ചയിക്കുക, തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള പട്ടികകൾ തയ്യാറാക്കുക, തിരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ ചെയ്യുക, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നടത്തുക. ഇന്ന ദിവസം തിരഞ്ഞെടുപ്പ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ വിജ്ഞാപനം ഇറക്കുക. അതുപോലെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് തുടങ്ങാനുള്ള തീയതി, ഇലക്ഷന് മത്സരിക്കാൻ താല്പര്യമുള്ളവർ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ച് തുടങ്ങാനുള്ള തീയതി, അതുപോലെ തന്നെ പത്രികയുടെ സൂക്ഷ്മ പരിശോധന, സ്ക്രൂട്ടണി, അതുപോലെ തന്നെ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം, പിന്നെ പോളിംഗ് നടത്തുക, പിന്നെ വോട്ടെണ്ണൽ, പോൾ ചെയ്യുന്ന വോട്ടുകളെ എണ്ണി ആര് ജയിച്ചു ആര് തോറ്റു എന്ന് പറയുന്നിടം വരെ ഉള്ള ജോലികൾ ചെയ്യപ്പെടേണ്ടത് ആരുടെ ജോലിയാണ്, ഇലക്ഷൻ കമ്മീഷൻ്റെ ജോലിയാണെന്നുള്ളതാണ്. ഓക്കെ, ദ ഇലക്ഷൻ കമ്മീഷൻ ഹാസ് ദ പവർ ടു ടേക്ക് ഓൾ ഡിസിഷൻസ് ഫോർ എൻഷുറിങ് ഫ്രീ ആൻഡ് ഫെയർ പോൾ. അപ്പോൾ ഒരു രാജ്യത്ത് സ്വതന്ത്രവും നീതിപൂർവമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം പ്രക്രിയകൾ ചെയ്യാമോ അതെല്ലാം കൃത്യമായ സമയത്ത്, ഉചിതമായ സമയത്ത് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അവകാശമുള്ളതും ആർക്ക് തന്നെയാണ്, ഇലക്ഷൻ കമ്മീഷന് തന്നെയാണ്. പറഞ്ഞു മനസ്സിലായോ? ഒരു രാജ്യത്ത് സ്വതന്ത്രവും നീതിപൂർവമായ രീതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും ഉചിതമായ സമയത്ത് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഉണ്ട് എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു തീരുമാനം എടുക്കുന്നതിനോ പാർട്ടി തന്നെ അതോറിറ്റി നമുക്ക് മനസ്സിലാവും, തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതോറിറ്റി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ക്യാൻ പോസ്റ്റ്പോൺ ഓർ ക്യാൻസൽ ദ ഇലക്ഷൻ ഇൻ ദ എൻറ്റയർ കൺട്രി ഓർ സ്പെസിഫിക് സ്റ്റേറ്റ് ഓർ കോൺസ്റ്റിറ്റ്യുവൻസി if there is atmosphere is not for a free and fair election. It can also order to repoll in specific booth or constituency. It can also order to recount of votes it feels the counting process has not been fair and just. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, സ്വതന്ത്രവും നീതിപൂർവമായ ഒരു തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് പ്രക്രിയയും സ്വീകരിക്കാൻ നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാരണം വെച്ചാൽ സ്വതന്ത്രവും നീതിപൂർവമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു അന്തരീക്ഷമില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴത്തെ ഇലക്ഷൻ വേണമെങ്കിൽ മാറ്റിവെക്കാം. എന്നേക്കുമായി ഇലക്ഷൻ വേണ്ട, തൽക്കാലം ഞാൻ ഒരാളെ തിരഞ്ഞെടുക്കുന്നില്ല, പകരം മറ്റേ പ്രസിഡൻറ്റ് റൂളോ മറ്റ് ഭരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിലേക്ക് കൊണ്ടുവരാം, ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഭരണത്തിലേക്ക് കൊണ്ടുവരാം. അത്തരത്തിലൊരു തീരുമാനമെടുത്തുകൊണ്ട് ഇലക്ഷൻ വേണ്ടാന്ന് വയ്ക്കുവാനും, വേണമെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിയതിനു ശേഷം തിരഞ്ഞെടുപ്പ് നടത്താം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, തിരഞ്ഞെടുപ്പ് ഏത് സമയത്തും എന്തെങ്കിലും ഒരു ഉചിതമല്ലാത്ത, ഇപ്പം
ഫ്രീ ആൻഡ് ഫെയർ എന്താണ് സ്വതന്ത്രവും സുതാര്യവുമായ രീതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കാൻ, നീതിപൂർവമായ ഒരു തിരഞ്ഞെടുപ്പ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണെങ്കിൽ ആ തിരഞ്ഞെടുപ്പിനെ നീട്ടി വയ്ക്കുവാനുള്ള അല്ലെങ്കിൽ മാറ്റി വയ്ക്കുവാനുള്ള അവകാശം ആർക്കുണ്ട്? ഇലക്ഷൻ കമ്മീഷനുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേക നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യണം? റീപോൾ ചെയ്യണം. ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു നിയോജക മണ്ഡലത്തിൽ വോട്ടിൽ കള്ളത്തരം നടന്നിട്ടുണ്ടെന്ന് തോന്നി, അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത് ജയിച്ചു വന്ന ആൾ മരണപ്പെട്ടു പോയി, അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ റീപോൾ ചെയ്യണം. അവിടെ എന്ത് ചെയ്യണം? ഒന്നും കൂടി വോട്ടിംഗ് നടത്തണം. അത് നടത്തുവാനുള്ള തീരുമാനമെടുക്കേണ്ടതും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. ഓക്കെ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വോട്ടെണ്ണൽ പ്രക്രിയ നീതിയുക്തമായ രീതിയിൽ നടത്തിയിട്ടില്ലെന്ന് തോന്നുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യാം? അവിടെ വീണ്ടും ആ വോട്ടുകൾ എണ്ണാൻ വേണ്ടിയിട്ട് പറയാം. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു വോട്ടെണ്ണൽ നടന്നു, ആ എണ്ണലിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ അവിടെ വീണ്ടും വോട്ട് എണ്ണാൻ വേണ്ടിയിട്ട് ആര് പറയും? കമ്മീഷൻ പറയും. ദ കമ്മീഷൻ പ്രിപ്പയർസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് കാൻഡിഡേറ്റ്സ്. ദ കമ്മീഷൻ ഗീവ്സ് recognition to political parties and allows symbol to each of them. It also decides the limit of election expenses and examines the account election expenses submitted by the candidates. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? രാഷ്ട്രീയ കക്ഷികൾക്കും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പെരുമാറ്റച്ചട്ടം ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. പെരുമാറ്റച്ചട്ടം എന്താണ്? കോഡ് ഓഫ് കോണ്ടാക്ട് അല്ലേ? ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്കും മത്സരിക്കാൻ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ രാഷ്ട്രീയ കക്ഷികൾക്കും എല്ലാം അവിടെയുള്ള മത്സരിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്കുൾപ്പെടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കുൾപ്പെടെ ഒരു കോഡ് ഓഫ് കണ്ടക്ട്, ഒരു പെരുമാറ്റച്ചട്ടം ആര് കൊണ്ടുവരും? ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവരും. ആ കോഡ് ഓഫ് കോണ്ടാക്റ്റിന് വിരുദ്ധമായി പെരുമാറിക്കഴിഞ്ഞാൽ അവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല. അവരെ അയോഗ്യരായിട്ട് പ്രഖ്യാപിക്കുക വരെ ആർക്ക് സാധിക്കും? തിരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ കമ്മീഷൻ രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകുകയും അവ ഓരോന്നിനും പ്രത്യേക ചിഹ്നം അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലൊരു പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് അംഗീകരിക്കണമെങ്കിൽ അതുപോലെ തന്നെ സ്റ്റേറ്റ് പാർട്ടിയാണോ നാഷണൽ ബേസുള്ള പാർട്ടിയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. അവർ ഏതൊക്കെ സംസ്ഥാനങ്ങളിലുണ്ടെന്നും അവിടുത്തെ അവരുടെ സീറ്റുകളുടെ എണ്ണവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയാണ് അത്തരത്തിലുള്ള കാറ്റഗറൈസേഷൻ ആര് നടത്തുന്നത്? ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത്. അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടി ആണെന്ന് ഉള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണെങ്കിൽ അവർ ഇലക്ഷൻ മത്സരിക്കുന്ന സമയത്ത് അവർക്ക് ചിഹ്നങ്ങൾ നൽകുന്നതും ആര് തന്നെയാണ്? ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ചിലവുകൾക്ക് പരിധി നിർണ്ണയിക്കുക, സ്ഥാനാർത്ഥികൾ സമർപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് ചിലവ് കണക്കുകൾ പരിശോധിപ്പിക്കുക, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് തർക്കങ്ങളിലും കേസുകളിലും എന്ത് കൽപ്പിക്കുക? തീർപ്പ് കൽപ്പിക്കുക, അല്ലെങ്കിൽ അത് തീർപ്പാക്കുക തുടങ്ങിയ ചുമതലകളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിക്കുന്നുണ്ട്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കോടികളൊന്നും വാരി ചിലവാക്കാൻ പറ്റില്ല. കൃത്യമായൊരു കണക്ക് വേണം. അത് എത്ര രൂപ ചിലവാക്കണമെന്നും അവർ ചിലവാക്കിയത് എത്ര രൂപയാണോ ആ കണക്കാക്കി അതിനുള്ള അവർ കൊടുക്കുന്ന കണക്കുകൾ കറക്റ്റാണോ എന്നൊക്കെ നോക്കി അതിൻ്റെ ചിലവുകളുടെ പരിധി നിർണ്ണയിക്കുന്ന ജോലി, അതുപോലെ തന്നെ ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ സമർപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് ചിലവ് കണക്കുകൾ പരിശോധിക്കേണ്ടത്, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന തർക്കങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടേണ്ടത് തുടങ്ങിയ ചുമതലകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നിർവഹിക്കുന്നുണ്ട്. It's a fact that by this time the Election Commission of India has become an independent the Election Commission has only limited staff under its control. It conducts elections with the help of administrative machinery of the state. However, once the election process has begun, the commission gets complete control over the administrative staff of the state. It uses the staff for the performing all election related works. During the process of election, the administrative staffs of the state government and central government is assigning the all election related duties. Once election is declared, the governments are not allowed to transfer the staff under its control. At the same time, the commission can transfer any staff if it thinks it is necessary. It can take action against any officer who is not acting ആൻഡ് ഇമ്പാർഷ്യൽ മാനർ എന്നാണ്. അപ്പോൾ ഓക്കെ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിൽ ജീവനക്കാർ വളരെ കുറവാണ്. നമുക്കറിയാം തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര പേരാണ് അംഗത്വമായിട്ടുള്ളതെന്നോ അല്ലാതെ എത്ര ജീവനക്കാരുണ്ടെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഭരണയന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്ന എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും പിന്നീട് ആർക്ക് വേണ്ടി കൂടി ജോലി ചെയ്യണം? തിരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി കൂടി ജോലി ചെയ്യണം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ജോലികൾ കൂടി അവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ പറയുക? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിൽ ജീവനക്കാർ വളരെ കുറവാണ്. ഭരണയന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സഹായിച്ചുകൊണ്ട്, ഓക്കെ, അവരുടെ സഹായം കൂടി തേടിക്കൊണ്ട്. എന്നിരുന്നാലും ഒരിക്കൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ ഭരണ സംവിധാനത്തിന്മേൽ കമ്മീഷന് നിയന്ത്രണം ലഭിക്കുന്നു. തിരഞ്ഞെടുപ്പ് സംബന്ധമായ എല്ലാ ജോലികളും നിർവഹിക്കുന്ന ഭരണ സംവിധാനത്തെ അത് ഉപയോഗപ്പെടുത്തുന്നു. പറഞ്ഞു മനസ്സിലായോ? തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ മേലൊരു കൺട്രോൾ പിന്നെ ആർക്കുണ്ട്? തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഏത് സ്റ്റാഫിനെയും ആവശ്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇലക്ഷൻ ഡ്യൂട്ടികൾക്ക് വിനിയോഗിക്കാൻ ആർക്ക് കഴിയും? തിരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയും. ഇലക്ഷൻ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് ജോലികളുമായി ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഗവൺമെൻറ്റുകൾക്ക് സാധിക്കില്ല. പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോൾ കേരളത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥനെയും
ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ ആർക്ക് കഴിയില്ല? ഗവൺമെൻറ്റിന് കഴിയില്ല. പക്ഷേ അവരെ വേണമെങ്കിൽ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യാം? ഇലക്ഷൻ കമ്മീഷൻ വേണമെങ്കിൽ അവരെ എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ്. പറഞ്ഞ് മനസ്സിലായോ? ഇപ്പോൾ തിരഞ്ഞെടുപ്പ് സംബന്ധമായ എല്ലാ ജോലികളും നിർവഹിക്കുന്നത് ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഇതിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരുണ്ടാവും. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് അല്ലേ? ഓൾ ഇന്ത്യ സർവീസ്, സ്റ്റേറ്റ് സർവീസ്, സെൻട്രൽ സർവീസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് സെൻട്രൽ സർവീസുകാരെയും സ്റ്റേറ്റ് സർവീസുകാരെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? ഇലക്ഷൻ നടത്തുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരുടെ സഹായത്തോടു കൂടിയാണ് ഇത് നടക്കുന്നത് അല്ലേ? തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാർക്ക് തിരഞ്ഞെടുപ്പ് സംബന്ധമായ ചുമതലകൾ ആരെ ഏൽപ്പിക്കുന്നു? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏൽപ്പിക്കുന്നു. ഇക്കാര്യത്തിൽ അവരുടെ മേൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പൂർണ്ണ നിയന്ത്രണമുണ്ട്. പറഞ്ഞ് മനസ്സിലായോ? ഇപ്പോൾ ഒരാൾ ജോലി ചെയ്യുന്നത് പഞ്ചായത്ത് ഓഫീസിലായിരിക്കും. പക്ഷേ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറിക്കല്ല പിന്നെ അയാളുടെ മേലുള്ള പൂർണ്ണാധികാരം ഇലക്ഷൻ കമ്മീഷണറാണ്. അയാൾ പറയുന്ന സ്ഥലങ്ങളിൽ പോയി അവർക്ക് ജോലി ചെയ്യണം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ അവരെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? സ്ഥലം മാറ്റുകയോ അല്ലെങ്കിൽ അവരുടെ സ്ഥലമാറ്റം തടയുകയോ ചെയ്യാം. അത് മനസ്സിലായോ? ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് ഒരു ഓഫീസറിൻ്റെ പ്രവർത്തനത്തിൽ അയാളുടെ പ്രവർത്തനം ഇവിടെ വേണ്ട, മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് തോന്നിയാൽ ഇലക്ഷൻ കമ്മീഷൻ മാറ്റാം. ഒരിക്കലും ഗവൺമെൻറ്റിന് ഇലക്ഷൻ കാലഘട്ടത്തിൽ മാറ്റാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് ഒരാളെ സ്ഥലം മാറ്റാൻ വേണ്ടി എല്ലാ ഓർഡറുമായി വെച്ചിരിക്കുന്ന സമയത്താണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ വേണമെങ്കിൽ അയാളുടെ സ്ഥലമാറ്റത്തെ എന്ത് ചെയ്യാൻ പറ്റും? തടയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇനി മാറിപ്പോണ്ട, ഇനി ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം സർക്കാരിൻ്റെ കൺട്രോളിൽ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്താൽ മതി? മാറിപ്പോയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായോ? അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ എന്തായിരിക്കണം? നിഷ്പക്ഷമായ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെപ്പോഴും ഒരു നിഷ്പക്ഷമായ രീതിയിൽ വേണം എന്ത് ചെയ്യേണ്ടത്? പ്രവർത്തിക്കാൻ. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചായ്വോടുകൂടിയ ഉദ്യോഗസ്ഥന് പ്രവർത്തിക്കാൻ പാടില്ല. ഇൻ കേസ് അഥവാ നിഷ്പക്ഷമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാനും ഇലക്ഷൻ കാലയളവിൽ ആർക്ക് അധികാരമുണ്ട്? ഇലക്ഷൻ കമ്മീഷൻ അധികാരമുണ്ട്. പറഞ്ഞ് മനസ്സിലായോ? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നിഷ്പക്ഷമായിട്ടല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അയാൾ സംസാരിക്കുകയാണെങ്കിൽ, രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അയാൾ ജോലി ചെയ്യുകയാണെങ്കിൽ അയാളെ താൽക്കാലികമായിട്ടെങ്കിലും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള നടപടികൾ എടുക്കുവാൻ ആർക്ക് കഴിയും? താൽക്കാലികമായോ മേ ബി സ്ഥിരമായോ അയാളെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അയാളുടെ പേരിൽ ആക്ഷൻ എടുക്കാൻ ഇലക്ഷൻ കമ്മീഷന് കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ്സ് എ ഫാക്ട് ദാറ്റ് ബൈ this time, the Election Commission of India has become an independent authority. It has asserted its authority to ensure fairness in the election process. In order to protect the sanctity of the election process, it has always acted in impartial and biased manner. It is about 20 years ago. Now the Commission uses its powers more effectively and establishes its authority. Everybody really felt the presence of Election Commission during the past 4 general elections. The Commission strictly controlled the election expenses, also made illegal and punishable writing on the walls without consent of the owner. Such strict regulations really changed the face of the election process. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പറയുന്നൊരു കാലഘട്ടത്തിനകം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിനകം തന്നെ ഒരു വലിയ അധികാര സ്ഥാപനമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിട്ടുണ്ട്. ഒരു വലിയ സ്വതന്ത്ര അധികാര സ്ഥാപനമായി ഈ പറയുന്ന ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ആര് മാറിയിട്ടുണ്ട്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം തന്നെ ഒരു സ്വതന്ത്ര അധികാര സ്ഥാപനമായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് നീതി ഉറപ്പുവരുത്തുന്നതിന് സ്വന്തം അധികാരം ആരുടെയും മുഖം നോക്കാതെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആ ഒരു മാറ്റത്തിന് കാരണമെന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അധികാരത്തിൻ്റെ പവറുകൾ, അവരുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവരുടെ അധികാരത്തിൻ്റെ പവറുകൾ, അവരുടെ അധികാരം, അവരുടെ പവർ അവർ ആരുടെയും മുഖം നോക്കാതെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിലൊരു സ്വതന്ത്ര ഒരു ശക്തമായ സ്വതന്ത്ര സ്ഥാപനമായി മാറുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മുഖം നോക്കാതെയുള്ള നടപടിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴും സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആര് ചെയ്യുന്നത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശുദ്ധി സംരക്ഷിക്കുന്നതിനായി നിഷ്പക്ഷമായി മുൻവിധികളില്ലാതെ അത് പ്രവർത്തിച്ചു. പറഞ്ഞ് മനസ്സിലായി? ആരുടെയും പക്ഷത്ത് ചേരാതെ മുൻവിധികളില്ലാതെ ഇങ്ങനെയായി തീരും എന്നൊരു മുൻവിധി അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്നൊരു മുൻവിധി ഇല്ലാതെ ആരുടെയും പക്ഷത്ത് ചേരാതെ സ്വതന്ത്രമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ പ്രവർത്തിച്ചു. ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 20 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന കമ്മീഷനിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് മോർ ഇൻഡിപെൻഡൻറ്റ് അസെപ്റ്റീവ് നൗ ദാറ്റ് ഇറ്റ് വാസ് അബൌട്ട് 20 years ago എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 20 വർഷങ്ങൾക്ക് മുൻപുള്ള
20 വർഷങ്ങൾക്ക് മുൻപുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് എന്താണ് ഒരുപാട് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, പുതിയതല്ല, ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശക്തമായ സാന്നിധ്യം നാം കണ്ടറിഞ്ഞതാണ്. ചുമരെഴുത്ത് മുതൽ സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് ചിലവുകൾ വരെയുള്ള കാര്യങ്ങൾ കമ്മീഷൻ ശക്തമായി നിയന്ത്രിച്ചു കഴിഞ്ഞു. പറഞ്ഞു മനസ്സിലായോ? ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചുമരെഴുത്ത് മുതൽ സ്ഥാനാർത്ഥി ചിലവാക്കുന്ന ഓരോ രൂപയുടെയും മേൽ ശക്തമായ നിയന്ത്രണം ആര് കൊണ്ടുവരുന്നുണ്ട്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവരുന്നത്. അവിടെ പറഞ്ഞത് കൺസെൻറ്റ് ഇല്ലാതെ, ഓണറിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു മതിൽ കണ്ടു, അതിൻ്റെ മുതലാളിയുടെ അനുവാദമില്ലാതെ അടക്കിയത് ചുവരെഴുതി അയാളത് പരാതിപ്പെടുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ ആക്ഷൻ ചിലപ്പോൾ എടുക്കും. ചിലപ്പോൾ ആ സ്ഥാനാർത്ഥിയെ തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റും, ഇയാൾക്ക് മത്സരിക്കാൻ അയോഗ്യത കൽപ്പിക്കും. അത്തരത്തിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു 4 ജനറൽ ഇലക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ വലിയ പുരോഗതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, the change in the functioning of election commission is not the result of any legal or constitutional amendment. It is not because of the fact that powers and constitutional protection of the commission have increased. Really, the commission began to use more effectively the powers which are already in the constitution. ഓക്കെ, അപ്പോൾ എന്താ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുടെ ഈ പുരോഗതി ഏതെങ്കിലും നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ അഥവാ ഭരണഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ സംഭവിച്ചിട്ടുള്ളതല്ല. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ ഒരു മാറ്റം അല്ലെങ്കിൽ പ്രവൃത്തിയിലുണ്ടായ ഈ ഒരു പുരോഗതി ഏതെങ്കിലും നിയമപരമായ അല്ലെങ്കിൽ ഭരണഘടനാപരമായ മാറ്റങ്ങളിലൂടെ ഉള്ളതല്ല. ഭരണഘടനയിൽ അനുവദിച്ചിട്ടുള്ള അധികാരങ്ങൾ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ച് തുടങ്ങിയാണ് ഈ മാറ്റങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനയിൽ ആൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അതിനെ കൃത്യമായി ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളതാണ് ഈ മാറ്റങ്ങളുടെ ഒരു കാരണമെന്ന് പറയുന്നത്. ഇന്ത്യ ആഫ്റ്റർ ഇറ്റ്സ് ഇൻഡിപെൻഡൻസ് 17 ലോക്സഭ ഇലക്ഷൻസ് ഹാവ് ബീൻ ഹെൽഡ്. A number of state assembly elections and by-elections also have been conducted by the election commission. It is a fact that on several occasions the commission had to face very difficult situation. സ്വതന്ത്രമായതിനു ശേഷം ഏകദേശം 17 ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. അനേകം അസംബ്ലി തിരഞ്ഞെടുപ്പുകൾ നടന്നു, ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി ഈ പറയുന്ന സംഗതികളിൽ ഒരുപാട് പ്രതിസന്ധികളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 17ഓളം ലോക്സഭാ തിരഞ്ഞെടുപ്പുകളും അനേകം അസംബ്ലി തിരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും നടക്കപ്പെട്ടിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. ഇതിനോടകം തന്നെ ഈ പറയുന്ന തിരഞ്ഞെടുപ്പുകൾക്കിടയിലൊക്കെ തന്നെ നിരവധി പ്രതിസന്ധികൾ കമ്മീഷൻ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ദ കമ്മീഷൻ conducted peaceful elections in the states of Assam, Punjab and Jammu Kashmir with extremism and militancy dominated. The commission conducted peaceful elections in the states of Assam, Punjab and Jammu Kashmir where the extremism and militancy dominated. തീവ്രവാദവും ഭീകരവാദവും ഒരുപാട് വേരുറപ്പിച്ചിരുന്ന സ്റ്റേറ്റുകളാണ് ആസാമും അതുപോലെ തന്നെ പഞ്ചാബും നമ്മുടെ കാശ്മീരും ഒക്കെ അല്ലേ. കാശ്മീരും ഇപ്പോഴും ആ ഒരു അവസ്ഥ ഒരുപാടുള്ളൊരു സ്റ്റേറ്റാണ്. അപ്പോൾ ഈ പറയുന്ന ആസാമും പഞ്ചാബും കാശ്മീരും ഒക്കെ തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും കൈകളിൽ അകപ്പെട്ടു പോയിരുന്ന ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കൃത്യമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്തു, തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ഇടയിൽ ആണെങ്കിൽ പോലും അവിടെ കൃത്യമായി തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1991 it had to postpone the election process midway. രാജീവ് ഗാന്ധി വാസ് അസൈൻഡ് ഡ്യൂറിംഗ് ദ ക്യാമ്പയിനിങ്. നമുക്കറിയാം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 1991 ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂർ വന്ന രാജീവ് ഗാന്ധിയെ എന്ത് ചെയ്തിട്ടുണ്ട്, വെടിവെച്ച് കൊന്നിട്ടുണ്ട് അല്ലേ. വെടിവെച്ച് ബോംബ് രാജീവ് ഗാന്ധി ബോംബ് പൊട്ടി എന്ത് ചെയ്യുന്നു, മരിക്കുകയാണ്. അദ്ദേഹത്തെ കൊന്നു. ഈ പറയുന്ന 1991 രാജ്യത്തെ മൊത്തം ഇലക്ഷനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്യേണ്ടി വന്നു, ഒറ്റയടിക്ക് നിർത്തിവെക്കേണ്ടി വന്നു. കാരണം രാജ്യത്തിൻ്റെ അന്നത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള വ്യക്തിയായിരുന്നു രാജീവ് ഗാന്ധി. അദ്ദേഹം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂർ എത്തുമ്പോഴാണ് അദ്ദേഹത്തെ ബോംബാക്രമണത്തിൽ എന്ത് ചെയ്യുന്നത്, കൊല ചെയ്യുന്നത്. രാജീവ് ഗാന്ധിയുടെ മരണത്തോടുകൂടി ആ ഒരു ഇലക്ഷൻ തന്നെ പൂർണ്ണമായിട്ട് ആർക്ക് നിർത്തിവെക്കേണ്ടി വന്നു, നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പാതി വഴിയിൽ നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീടത് കാലങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ ഒരു ചേഞ്ച് വന്നതിന് ശേഷം ഈ പറയുന്ന അവസ്ഥയൊക്കെ മാറി. രാജീവ് ഗാന്ധി മരിച്ചു. പിന്നീട് അവസ്ഥയൊക്കെ മാറി വന്നതിന് ശേഷമാണ് പിന്നീട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ ഇലക്ഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ 2002 it had to face another critical situation. Gujarat Assembly was dissolved and election had to be conducted due to the unprecedented violences which occurred in the state. The commission decided to postpone the election for a few months. The commission felt that to hold free and fair election in such situations really impossible. The Supreme Court also upheld the decision of the commission.
The commission exercised its authority and powers to overcome such difficult situations. അപ്പോൾ നമുക്കറിയാം 2002 ഗുജറാത്ത് അസംബ്ലി പിരിച്ചുവിട്ടുകൊണ്ട് നടന്ന തിരഞ്ഞെടുപ്പ്, ഗുജറാത്ത് അസംബ്ലി പിരിച്ചുവിട്ടുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വലിയൊരു പ്രതിസന്ധി, അതുവരെ നേരിട്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഇലക്ഷൻ കമ്മീഷൻ നേരിടേണ്ടി വന്നു. എന്തായിരുന്നു അത്? ഗുജറാത്തിലെ അതിഭീകരമായ അതിക്രമങ്ങൾ. ഗുജറാത്തിൽ അതിഭീകരമായ അതിക്രമങ്ങൾ ആരംഭിച്ചു അല്ലേ? വളരെ ഭീകരമായ അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരിക്കലും സ്വതന്ത്രവും നീതിപൂർവവുമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റില്ല എന്ന് കമ്മീഷന് മനസ്സിലായി. മനസ്സിലായോ? 2002 ഗുജറാത്തിലെ അസംബ്ലിയെ പിരിച്ചുവിട്ടുകൊണ്ട് അടുത്തൊരു ഇലക്ഷൻ നേരിടാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അതിഭീകരമായ ആക്രമണങ്ങളും അടിയും ബഹളവും വർഗീയവാദവും കൊലപാതകവും ഒക്കെ ഗുജറാത്തിൽ അരങ്ങേറി. ഈ സിറ്റുവേഷനിൽ ഒരിക്കലും ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് ആർക്ക് മനസ്സിലായി? ഇലക്ഷൻ കമ്മീഷന് മനസ്സിലായി. ഓക്കെ, ഇതോടുകൂടി എന്ത് ചെയ്തു? അസാധ്യമാണെന്ന് മനസ്സിലായ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു? ഏതാനും മാസങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് എന്ത് ചെയ്തു? നീട്ടിവെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഏതാനും മാസങ്ങളിലേക്ക് ഇതൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം എന്ത് ചെയ്യാം? ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാമെന്ന് കമ്മീഷൻ തീരുമാനിച്ചു. പിന്നീട് ഇന്ത്യയുടെ സുപ്രീം കോടതി കൂടി ഈ ഒരു തീരുമാനത്തെ എന്ത് ചെയ്തു? അംഗീകരിച്ചു. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ കാഴ്ചപ്പാട് വളരെ ശരിയാണ്. ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ഒരു ഇലക്ഷൻ കൂടി അവിടെ നടത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ അപകടങ്ങൾ, പ്രശ്നങ്ങൾ ഇനിയും എന്ത് ചെയ്യും? കൂടുകയേ ഉള്ളൂ എന്ന് ഇലക്ഷൻ കമ്മീഷൻ കൂടി എന്ത് ചെയ്തു? മനസ്സിലാക്കി എന്നുള്ളതാണ്, സുപ്രീം കോടതി കൂടി മനസ്സിലാക്കി എന്നുള്ളതാണ് സത്യം. No election system can ever be perfect. There may be several flaws and limitations in election process. The democratic society should adopt mechanism to find out and solve them. It should continue in search of making the election process more free and ഫെയർ. ഓക്കെ, അങ്ങനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അഭിമുഖീകരിച്ച പ്രതിസന്ധികളെ ധീരമായി തരണം ചെയ്യുകയും അതിൻ്റെ അധികാരങ്ങൾ ഇതിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രൽ റിഫോംസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കേണ്ടത് ഇലക്ട്രൽ റിഫോംസ്. യെസ്, അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഏതാണ്? നമ്മുടെ ഇലക്ട്രൽ റിഫോംസ് എന്ന് പറഞ്ഞ പോയിൻ്റാണ്. ഓക്കെ, നോ ഇലക്ഷൻ സിസ്റ്റം can ever be perfect. There may be several flaws and limitations in the election process. Democratic society should adopt mechanism to find out and solve them. It should continue its search for making the election process more free and fair. India has tried to make the election process free and fair by accepting universal suffrage and the freedom to contest election, and also by establishing an independent election commission. The election process in India is generally appreciated as an excellent democratic experience. Okay, അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു തിരഞ്ഞെടുപ്പ് സമ്പ്രദായവും കുറ്റമറ്റതായിരിക്കില്ല. അപ്പോൾ ലോകത്ത് എവിടെ ആയാലും ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനവും പൂർണ്ണമായും കുറ്റമറ്റതായിരിക്കില്ല. യഥാർത്ഥ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അനേകം കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകും. ഒരു ജനാധിപത്യ സമൂഹം തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലെ ന്യൂനതകൾ കണ്ടെത്തി അവ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ജനാധിപത്യ സമൂഹം എന്താണ് ചെയ്യേണ്ടത്? തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഒരു ന്യൂനത ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ന്യൂനതകളെ കണ്ടെത്തി അവ പരിഹരിക്കാനുള്ള നടപടികൾ ചെയ്യേണ്ട ജോലിയാണ് ആർക്കുള്ളത്? ഒരു ജനാധിപത്യ സമൂഹത്തിനുള്ളത്, ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിക്ക് ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തിരഞ്ഞെടുപ്പുകൾ കഴിയാവുന്നിടത്തോളം സ്വതന്ത്രവും നീതിയുക്തവുമാക്കാനുള്ള സംവിധാനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം അത് തുടർന്നുകൊണ്ടേയിരിക്കണം. തിരഞ്ഞെടുപ്പിനെ എങ്ങനെ നീതിയുക്തവും സ്വതന്ത്രവുമായി നടത്താം എന്നുള്ളതിനെക്കുറിച്ചൊരു അന്വേഷണം എപ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാം മാർഗത്തിലൂടെ തിരഞ്ഞെടുപ്പിനെ കൂടുതൽ സ്വതന്ത്രമായി നടത്താം? അപ്പോൾ ഇന്ത്യ ഹാസ് ടു മേക്ക് ദ ഇലക്ഷൻ പ്രോസസ് ഫ്രീ ആൻഡ് ഫെയർ ബൈ അക്സെപ്റ്റിംഗ് യൂണിവേഴ്സൽ സഫറേജ് ആൻഡ് ഫ്രീഡം ടു കണ്ടസ്റ്റ് ഇലക്ഷൻസ് ആൾസോ ബൈ എസ്റ്റാബ്ലിഷിംഗ് ഇൻഡിപെൻഡന്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രായപൂർത്തി വോട്ടവകാശവും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യവും അംഗീകരിക്കുകയും ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്ഥാപിക്കുകയും ചെയ്തതോടുകൂടി ഇന്ത്യ എന്താണ് ചെയ്തതോടുകൂടി തിരഞ്ഞെടുപ്പ് പ്രക്രിയ സ്വതന്ത്രവും നീതിപൂർത്തവും ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ എന്ത് ചെയ്തത്? ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, പ്രായപൂർത്തി വോട്ടവകാശവും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യവും 18 വയസ്സ് കഴിഞ്ഞ ആൾക്ക് ഇവിടെ വോട്ട് ചെയ്യാം. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനും കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കും, കേസിലൊന്നും പ്രതിയാവാത്ത മര്യാദയുള്ള എല്ലാ മനുഷ്യർക്കും കൃത്യമായി ഇവിടെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാം, തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാവാം, ഇലക്ഷന് നിൽക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള നടപടികൾ ചെയ്തു. അതിലുപരിയായിട്ട് ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി നിയോഗിച്ചതോടുകൂടി ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ജനാധിപത്യ ഗവൺമെൻറ്റുകൾ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ,
ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം മികച്ചൊരു ജനാധിപത്യ അനുഭവമാണെന്ന് പൊതുവെ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനം പൊതുവെ എന്താണ് ഒരു മികച്ച സംവിധാനമാണെന്നുള്ളത് ലോകത്ത് പൊതുവെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രകീർത്തിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതേസമയം ഈ സമ്പ്രദായത്തിലുള്ള ന്യൂനതകൾ ജനാധിപത്യത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ദോഷകരമാണെന്ന യാഥാർത്ഥ്യവും പരക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലുള്ള ഈ സമ്പ്രദായത്തിൽ ചില ന്യൂനതകളുണ്ട്. ആ ന്യൂനതകൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ദോഷകരമാണെന്ന യാഥാർത്ഥ്യവും പരക്കെ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം രാജ്യത്ത് നടന്ന 16 പൊതു തിരഞ്ഞെടുപ്പുകളിലും പ്രകടമായ ചില ന്യൂനതകൾ ഉണ്ടായിരുന്നു. ഈ അനുഭവങ്ങൾ തിരഞ്ഞെടുപ്പ് വ്യവസ്ഥ പരിഷ്കരിക്കണമെന്ന നിർദ്ദേശങ്ങൾ ഉയരുന്നതിനിടയാക്കി. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നടത്തിയിട്ടുള്ള 16 തിരഞ്ഞെടുപ്പുകൾ, 17 ഇലക്ഷനുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പോൾ എന്താണ് നമ്മുടെ രാജ്യത്ത് നടത്തപ്പെട്ടിട്ടുള്ള 17 ഇലക്ഷനുകളാണ് നമ്മുടെ രാജ്യത്ത് നടത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ രാജ്യത്ത് നടത്തപ്പെട്ടിട്ടുള്ള ഈ പറഞ്ഞ 17 അല്ലെങ്കിൽ 16 തിരഞ്ഞെടുപ്പുകളിലും ചില ന്യൂനതകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ ന്യൂനതകളെ എന്താണ് മാറ്റണം, ആ പ്രശ്നങ്ങൾ പരിഷ്കരിക്കണം എന്ന നിർദ്ദേശങ്ങളും ഉയരുവാനിടയായിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. These flaws and limitations are expressed in all 17 general elections held in India after its independence. 17 എന്നാണ് ഇവിടെ ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ 17, മലയാളം ടെക്സ്റ്റിൽ 16 എന്നാണ് കൊടുത്തേക്കുന്നത്. ആക്ച്വലി 17 ആണല്ലേ. അപ്പോൾ ഈ പറയുന്ന ഇന്ത്യയിൽ സ്വതന്ത്രമായ ശേഷം നടന്നിട്ടുള്ള 17 പൊതു തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിലുള്ള ചില ന്യൂനതകൾ, തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ ന്യൂനതകൾ കാണപ്പെട്ടിട്ടുണ്ട്. ആ ന്യൂനതകൾ പരിഹരിക്കണമെന്നൊരു ആവശ്യവും ഉയർന്നു വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. നാച്ചുറലി മെനി സജഷൻസ് ഹാവ് ബീൻ പുട്ട് ഫോർവേഡ് ഫോർ റിഫോമിംഗ് election system. Okay. Naturally, many suggestions have been put forward for reforming the election system. The Election Commission, political parties, various independent groups and many scholars have come up with proposals for electoral reforms. Some of the suggestions are for changing the relevant constitutional provisions. The important proposals for the election reforms are following. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അനേകം പണ്ഡിതന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികളും വിവിധ സ്വതന്ത്ര വിഭാഗങ്ങളും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഈ ന്യൂനതകൾ മാറ്റണം, പരിഹരിക്കണം എന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിൽ വന്നിട്ടുണ്ട്. അതിൽ ചില നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചില മാറ്റേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല ചെയ്തത്, പുതുതായി ഉൾപ്പെടുത്തേണ്ട ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചില നിർദ്ദേശങ്ങൾ കൂടി ഈ പറയുന്ന പണ്ഡിതന്മാരും പൊതുസമൂഹവും ഒക്കെ തന്നെ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിനുള്ള പ്രധാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ താഴെ പറയുന്നവയാണ് എന്നവർ അല്ലെങ്കിൽ ഇത്തരത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് താഴേക്ക് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ. ദ സിസ്റ്റം ഓഫ് എലക്ഷൻ ഷുഡ് ബി ചേഞ്ച് ഫ്രം സിമ്പിൾ മെജോറിറ്റി FPTP ടു പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. ദിസ് വുഡ് എൻഷുവർ ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ഗെറ്റ് സീറ്റ്സ് ഇൻ പ്രപ്പോർഷൻ ടു വോട്ട്സ് ദേ ഗെറ്റ്. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം നടപ്പിലാക്കണം എന്നുള്ളതാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥ FPTPയിൽ നിന്ന് മാറ്റി ആനുപാതിക പ്രാതിനിധ്യ സംവിധാനത്തിലേക്ക് മാറണം. കക്ഷികൾക്ക് ലഭിക്കുന്ന സീറ്റുകൾ അവർക്ക് കിട്ടുന്ന വോട്ടുകൾക്ക് ആനുപാതികമായിരിക്കണമെന്ന് ഉറപ്പുവരുത്തും. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ അതിനാണ് ഒന്നാമത്തെ ഒരു നിർദ്ദേശം വന്നത്. ഇങ്ങനെയാണ് FPTP മാറ്റണം. FPTP മാറ്റിക്കൊണ്ട് PR വരണം, അല്ലെ, പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വരണം, ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം നടപ്പിലാക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളൊരു നിർദ്ദേശം. അതുപോലെ തന്നെ women should be given reservation of seats to the parliament and state legislative assemblies. Minimum 1/3 of the total seats should be reserved for women. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? പാർലമെന്റിലും അസംബ്ലികളിലും സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തണം. ചുരുങ്ങിയത് 1/3 സീറ്റുകളെങ്കിലും സ്ത്രീകൾക്ക് ലഭിക്കണമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പ്രത്യേക വ്യവസ്ഥ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് പാർലമെന്റിൽ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് അസംബ്ലികളിലുമൊക്കെ എന്ത് ചെയ്യണം? സീറ്റ് ഉറപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. ചുരുങ്ങിയത് 4/1 സീറ്റെങ്കിലും, 3/1 സീറ്റുകൾ സ്ത്രീകൾക്ക് ലഭിക്കണമെന്ന് ഉറപ്പുവരുത്തണമെന്ന് പറയുന്നുണ്ട്. ഇതിനുവേണ്ടി പ്രത്യേക വ്യവസ്ഥ ഉണ്ടാക്കണമെന്നും പറയപ്പെടുന്നുണ്ട്. ദെൻ എന്താ പറയുന്നത്? റോൾ ഓഫ് മണി ഇൻ ഇലക്ഷൻ പ്രോസസ് മസ്റ്റ് ബി കൺട്രോൾഡ്. ദർ ഷുഡ് ബി സ്ട്രിക്ട് പ്രൊവിഷൻസ് ഫോർ കൺട്രോളിംഗ് misuse of money. It is proposed that election expenses should be met by government itself out of a special fund. എന്താ? പണക്കൊഴുപ്പിന്റെ സ്വാധീനം തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പണം ദുർവിനിയോഗം ചെയ്യുന്നത് തടയുന്നതിനുള്ള കർശനമായ വ്യവസ്ഥകൾ ഉണ്ടായിരിക്കണം. തെരഞ്ഞെടുപ്പ് ചെലവുകൾ ഒരു പ്രത്യേക ഫണ്ടിൽ നിന്ന് ഗവൺമെന്റ് നൽകണമെന്ന് പറയുന്നുണ്ട്. പണക്കൊഴുപ്പിന്റെ സ്വാധീനം തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പണം ദുർവിനിയോഗം ചെയ്യുന്നത് തടയുന്നതിനുള്ള കർശനമായ വ്യവസ്ഥകൾ ഉണ്ടാക്കണമെന്നും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ചെലവുകൾ ഒരു പ്രത്യേക ഫണ്ടിൽ നിന്ന് ഗവൺമെന്റ് നൽകണമെന്നുമാണ് പറയപ്പെടുന്നത്. പറഞ്ഞു മനസ്സിലായോ? ദെൻ ക്രിമിനൽസ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു കണ്ടസ്റ്റ് elections. Convicted persons, even if their appeal is pending, should be debarred
ബാർഡ് ഫ്രം കണ്ടസ്റ്റിംഗ് എലക്ഷൻസ്. കുറ്റവാളികളെ സ്ഥാനാർത്ഥികളാക്കാൻ പാടില്ല. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥികളെ അവരുടെ അപ്പീലുകൾ കോടതിക്ക് മുമ്പിൽ തീർപ്പ് കൽപ്പിക്കാതെ നിലനിൽക്കുകയാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, മത്സരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണം, മത്സരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആര് പറയുന്നത്, ഈ പറയുന്ന നിർദ്ദേശങ്ങളുടെ ഭാഗമായി പറയുന്നത്. കേട്ടോ പറഞ്ഞ് മനസ്സിലായി. അപ്പോൾ എന്താണ് പറയുന്നത്, കുറ്റവാളികളെ സ്ഥാനാർത്ഥികളാക്കാൻ പാടില്ല. അവർ ക്രിമിനൽ കേസുകളെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ളതാവാം. ചിലപ്പോൾ അവരുടെ പേരിലുള്ള അപ്പീലുകൾ കോടതിയുടെ മുമ്പിൽ നിൽക്കുകയായിരിക്കും. കോടതിയുടെ പരിഗണനയിൽ കേസാണെങ്കിൽ പോലും ആ കേസിൽ വിധി കൽപ്പിക്കാതെ, തീർപ്പ് കൽപ്പിക്കാതെ ഒരിക്കലും അവരെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുവാൻ പാടില്ല എന്നുള്ളൊരാവശ്യം കൂടി പറയുന്നുണ്ട്. ദെൻ എന്താ പറയുന്നത്, കാസ്റ്റ് ആൻഡ് റിലീജിയസ് ഫോഴ്സസ് ഷുഡ് നോട്ട് ബി പെർമിറ്റഡ് ടു ഇൻഫ്ലുവൻസ് എലക്ഷൻ. ദെയർ ഷുഡ് ബി കംപ്ലീറ്റ് ബാൻ ഓൺ ദ യൂസ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയസ് അപ്പീൽസ് ഇൻ ദ ക്യാമ്പയിൻ. ജാതിയുടെയും വർഗീയതയുടെയും സ്വാധീനം ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ജാതിപരവും മതപരവുമായ വികാരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ഇവർ ഒരു നിർദ്ദേശമായി പറയപ്പെടുന്നുണ്ട്. കേട്ടോ, ജാതിയുടെയും വർഗീയതയുടെയും സ്വാധീനം പൂർണ്ണമായി എന്ത് ചെയ്യുക, ഒഴിവാക്കുക. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ജാതിപരവും മതപരവുമായ വികാരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്നും ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത്, ദ ഫങ്ഷനിങ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഷുഡ് ബി റെഗുലേറ്റഡ്, ലോസ് ബി എനാക്റ്റഡ് ടു മേക്ക് ദെയർ ഫങ്ഷൻസ് മോർ ട്രാൻസ്പെറൻറ്റ് ആൻഡ് democratic. അപ്പോൾ the functioning of political parties should be regulated, laws should be enacted to make their functions more transparent and എന്താണ് പറഞ്ഞിരിക്കുന്നത്, ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഡെമോക്രാറ്റിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്, രാഷ്ട്രീയ കക്ഷികളെ നിയന്ത്രിക്കണം. രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും അവ സുതാര്യവും ജനാധിപത്യ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഉറപ്പുവരുത്തുന്നതിനും നിയമം കൊണ്ടുവരണം. രാഷ്ട്രീയ കക്ഷികളെ നിയന്ത്രിക്കണം. രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും അവ സുതാര്യമായും ജനാധിപത്യ രീതിയിലുമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിന് നിയമം കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്നത് പ്രപ്പോസൽ ഫോർ റിഫോമിംഗ് ദ ഇലക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് വരുന്നത്. അത് നമ്മുടെ ഇതിനകത്തുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഭരണയന്ത്രവും ഔദ്യോഗിക പദവിയും ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ട് വോട്ടർ പട്ടിക മുൻപേ കാലേക്കൂട്ടി തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുക. ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കുക. ബൂത്ത് പിടുത്തം, ആൾമാറാട്ടം, ബലപ്രയോഗം, ഭീഷണി, അതുപോലെ ആയുധങ്ങളുമായി ബൂത്തിൽ പ്രവേശിക്കൽ തുടങ്ങിയ കർശനമായി തടയുക. തിരഞ്ഞെടുപ്പ് പരാതികൾ പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കുക തുടങ്ങിയ പരിഷ്കരണങ്ങളും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾക്ക് ഉപരിയായിട്ട് ചില നിർദ്ദേശങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഭരണയന്ത്രവും ഔദ്യോഗിക പദവിയും ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കുക. വോട്ടർ പട്ടിക കാലേക്കൂട്ടി തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുക. ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കുക. അതിപ്പം ഏകദേശം ആയിട്ടുണ്ട്, എല്ലായിടത്തും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് തന്നെയാണ്. പിന്നെ ബൂത്ത് പിടുത്തം, ആൾമാറാട്ടം, ബലപ്രയോഗം, ഇതൊക്കെ ചില രീതിയിൽ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. എന്നാൽ പോലും പഴയ പോലെ എന്തില്ല, നടക്കുന്നില്ല. ഭീഷണി, ആയുധങ്ങളുമായി ബൂത്തിൽ പ്രവേശിക്കൽ എന്നിവ കർശനമായി എന്ത് ചെയ്യുക, തടയുക. തിരഞ്ഞെടുപ്പ് പരാതികൾ പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കുക തുടങ്ങിയ പരിഷ്കരണങ്ങളും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ.